ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ഈ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ. അവർക്ക് 1600 രൂപയാണ് ഏക ആശ്രയം. സാധാരണക്കാർക്ക് സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുന്നവരെ പറ്റി പൊതുജനത്തിന് പറയാനുള്ളത് കേൾക്കാം. വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. പെൻഷൻ 2-3 മാസത്തെ വരാനുണ്ട്. 1 മാസത്തെ കിട്ടിയിട്ടുള്ളൂ. പണിയുള്ളവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴത്തെ ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സമയത്തിന് മാസം കിട്ടുന്നതാണ്. അതിപ്പോൾ ഞാറുമേക്കിലാണ് കിട്ടുന്നത്. അതിനെപ്പറ്റി എന്താ അങ്ങനെ വാങ്ങാൻ പറ്റില്ല, അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ. ജീവിക്കാൻ കഴിയാത്ത ആളുകൾ തന്നെ ഉണ്ടല്ലോ അവിടെ. ഇത് ജീവിച്ചു പോകാനാണല്ലോ ഈ പെൻഷൻ കൊടുക്കണേ. പാടില്ല എന്ന് പറയാനുള്ളത്. ഇതൊക്കെ കഴിവില്ലാത്തവർക്ക് വാങ്ങാനുള്ളത് പെൻഷൻ. മറ്റൊക്കെ പിന്നെ ഗവൺമെന്റ് ഇത് കിട്ടുന്നുണ്ടല്ലോ. ഇതിന്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ കൊടുക്കുന്ന ആളുകൾ വകുപ്പ് മേധാവികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം. അർഹതയില്ലാത്തവര് പെൻഷൻ വാങ്ങിയാൽ ഓൽക്ക് കുറ്റത്തരം തന്നെ. നമ്മളെ പോലത്തെ പെൻഷൻ ഇല്ല. അവരെ ജോലി വെക്കാൻ കാരണം ഒരിക്കലും അവകാശപ്പെട്ട നീതിപ്പെട്ട പരിപാടിയല്ല. കാരണം യഥാർത്ഥ അവകാശം തന്നെ കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ മാറുന്ന ആൾക്കാർ വന്നത്. ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ട്. നമ്മ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ്. നമുക്കന്നെ ഇതൊരു പെൻഷൻ കിട്ടിയില്ല. വലിയ വീഴ്ച തന്നെ. അതിനെക്കാട്ടി വലിയ ആൾക്കാർക്ക് ഇത് പെൻഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് സാധാരണക്ക് നമുക്ക് കിട്ടുന്നില്ല. 2 മാസം പെൻഷൻ കിട്ടാൻ, 3 മാസം പെൻഷൻ കിട്ടാറുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഈ വൃത്തിയായിട്ട പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. സർക്കാർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തണ്ടേ? എത്തിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ. എല്ലാവരും പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങൾ. സർക്കാർ എല്ലാ കാര്യം അറിയുന്നുണ്ടല്ലോ, ജനങ്ങളും അറിയുന്നുണ്ട്. ജനങ്ങൾക്കാണ് ഉപകാരം വേണ്ടത്. ഗവൺമെന്റും ഉണ്ട്. സർക്കാർ കൊടുത്താലല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ?